ഹലോ ഗൈസ്, എനിക്കറിയാം ഒരുപാട് വൈകിട്ടാണ് ഞാനിപ്പോൾ ഇതിടുന്നത്. ഐ തിങ്ക് ഒരു 2 മാസം എന്തായാലും ആയിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. 1 മാസത്തിലേറെ ആയിട്ടുണ്ട് എന്തായാലും. എത്ര മാസമായി എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ക്ലാസ് തുടങ്ങിയതുകൊണ്ട് തന്നെ ഫുള്ള് ശ്രദ്ധ അതിലേക്കായി. പിന്നെ എക്സാം അങ്ങനെ ആയിട്ട് നമുക്ക് ഇതിന് ഇരിക്കാനായിട്ട് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ചായിട്ട് എഡിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫോൺ ഹാങ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചൊരു എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കഴിഞ്ഞാൽ ഫോൺ ചൂടായി കണ്ട് ഹാങ് ആയി നിൽക്കും. അപ്പോൾ നമുക്ക് കുറച്ച് സമയം എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫ്രീ ആയി നിൽക്കുന്ന സമയം എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഫോൺ പണി തരും. അപ്പോൾ അങ്ങനെ കുറേ കാരണങ്ങളോട് നമുക്കിപ്പോൾ വീഡിയോ ഏകദേശം ഇപ്പോൾ 2 മാസത്തോളമല്ലേ, എനിവേ വാട്ടെവർ, അപ്പം ആയിട്ടുണ്ട്. അപ്പം പിന്നെ അതിൻ്റെ ആ ടച്ച് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര മടിയാവും ചെയ്യാൻ. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് എഡിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വെയിറ്റിംഗ് ആണ്, എപ്പോഴാണ് വീഡിയോ ഇടുക എന്നൊക്കെ ചോദിച്ചിട്ട്. അതിലെടുത്ത് പറയേണ്ടത് പ്രീതി ഉണ്ണി. അവൾ ഒരുപാട് പ്രാവശ്യം മെസ്സേജ് അയച്ചിട്ടുണ്ട്, എന്താ വീഡിയോ ഇടാത്ത, സുഖമല്ലേ, ഹെൽത്ത് ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജ് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കിത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മൾ കുറച്ച് ഓർക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് അവരോട് കറക്റ്റായിട്ടൊരു മറുപടി പറയാൻ പറ്റാത്തതിലൊരു സങ്കടം ഉണ്ടായിരുന്നു. കാരണം എപ്പോൾ വീഡിയോ ഇടുമെന്ന് എനിക്ക് തന്നെ അറിയാത്തതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റായിട്ടൊരു മറുപടി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവൾ മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഇടണം എന്നുള്ളൊരു തോട്ട് മനസ്സിലേക്ക് വന്നുകൊണ്ട് ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്തും പിന്നെ ഡബ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനായിട്ട് എനിക്ക് പ്രചോദനം നൽകിയ എൻ്റെ ഉണ്ണിക്കും താങ്ക് യു, ലവ് യു റമത്തെ. ഏതായാലും ഞാൻ എത്തിക്കൊണ്ട് പോകണില്ല, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതിപ്പോൾ അധികം ലോങ് ആയില്ലേ, അപ്പോൾ നമുക്ക് ഡൗട്ട് വരും. കാണുന്നവർക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇതിപ്പോൾ എവിടെയാണ്, എന്താണ് ഈ കഥൻ്റെ ഇത് എന്നുള്ളത് കിട്ടില്ല. അപ്പം ഞാൻ പറയാം, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളിതിൻ്റെ മുന്നിലുള്ള എപ്പിസോഡ് കണ്ടിട്ട് ഇത് കാണുക. എന്നാലേ അതിൻ്റെ ഈ കഥൻ്റെ ഒരു ബാക്കിയായിട്ട് എന്നുള്ളത് എന്നാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. പിന്നെ ഞാൻ ഒന്നുകൂടിയും പറയാനുണ്ട്, ഞാൻ ടച്ച് ഇട്ട് പോയതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും ചിലപ്പോൾ ഇതിൽ. അടുത്ത പ്രാവശ്യം 2-3 പ്രാവശ്യമൊക്കെ ആയിട്ടാകുമ്പോൾ അങ്ങനെ ശരിയാവും ഞാൻ വിശ്വസിക്കുന്നു, ശരിയാക്കണം. അപ്പം ഇതിലൊരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും, അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക. ഏതായാലും വീഡിയോ കാണാം. താങ്ക് യു. ആഹാ, ദണ്ട നോക്കിയേ, ആദ്യം വരുന്നെന്ന്. ജീവനോടെ ഉണ്ടല്ലോ, സമാധാനം. എന്തോന്നട്ടോ ലിയോ ഇത്, 2 ദിവസമായിട്ടൊരു വിവരമില്ല. അതിനോട് ചോദിച്ചാൽ അവനും അറിയില്ല. അവനോട് പോലും പറയാതെ എങ്ങോട്ടേ പോയ 2 ദിവസം. എടാ ഞാൻ അതൊക്കെ അവനോട് പിന്നീട് വിശദമായിട്ട് ചോദിക്കാം. ഇപ്പൊ നമുക്ക് ക്ലാസ് കാണാൻ സമയമായി, വാ പോവാം. അയ്യോ ശരിയാ, ഇപ്പൊ ലഞ്ച് ബ്രേക്കിൽ കാണാം. അതോ ജെനി വാ. അത് പ്ലീസ്, ഐ എം സോറി. വിട്ര, നീ ഒന്നും പറയണ്ട. ഞാൻ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്നാണ് ഞാൻ വിചാരിച്ചത്. നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നീ അത് എന്നെ വിളിക്കുമെന്ന് വിചാരിച്ച്. പക്ഷേ 2 ദിവസമായിട്ട് എനിക്കിനൊന്ന് വിളിക്കുമ്പോൾ തോന്നിയില്ലല്ലോ ലൂക്ക. എടാ അമ്മ ഹോസ്പിറ്റലിലായിരുന്നു, ഒരു ആക്സിഡൻറ്റ് പറ്റി. എന്നിട്ട് എന്തരത്തണ്ടി നീ എന്നോട് പറഞ്ഞേ? എടാ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കൊള്ളുന്നപ്പോൾ എനിക്കത് ചെയ്യേണ്ടെന്ന് വല്ല അറിയണ്ടായിരുന്നില്ല. മൊത്തം ബ്ലാങ്ക് ആയിരുന്നു. അവിടെ എത്തി അമ്മയെ കണ്ടപ്പോൾ ഒരു സമാധാനമായത്. എടാ ആയിക്കോട്ടെ, പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ വിളിച്ചതല്ലേ. അപ്പോൾ എങ്ങനെ നിനക്കൊന്ന് പറയുന്നില്ല ഹോസ്പിറ്റലിലാന്ന്? നിൻ്റെ അമ്മ എന്ന് പറഞ്ഞത് എൻ്റെയും കൂടി അമ്മയല്ലടോ. നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് നിന്നെ വിളിക്കാഞ്ഞത്. വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ചിലവ് മുഴുവൻ നീ ഏറ്റെടുക്കും. എൻ്റെ അമ്മക്ക് വേണ്ടിയിട്ടെങ്കിലും ഞാനൊന്ന് പൈസ ചിലവാക്കട്ടോ. അല്ലെങ്കിൽ നീ എനിക്ക് വേണ്ടി ഒരുപാട് ചെയ്യുന്നുണ്ട്. ലുക്കാന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പൈസയുടെ കണക്കിനോട് പറയരുതെന്ന്. അതുമാത്രമല്ല, അമ്മയ്ക്ക് നിങ്ങളെ ആ ഒരു രീതിയിൽ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ കാഴ്ച തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ആവണ്ടെന്ന് അറിഞ്ഞു. ഡിസ്ചാർജ് ആയി നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടി ഇരുന്നതാ. അപ്പോൾ ചേച്ചി വിളിച്ചത് അച്ഛൻ്റെ അങ്ങോട്ട് പോകേണ്ടി വന്നു. ചേച്ചിക്ക് ഒരു പ്രേമലൊക്കെ എന്നോട് പറഞ്ഞല്ലേ, എൻ്റെ വീട്ടുകാർ അവസാനം സമ്മതിച്ച് അവളെ കാണാൻ വരുന്നുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്നുള്ള പോക്കായിരുന്നില്ല, ചാർജർ പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫായി. അതാണ് നിന്നെ വിളിക്കാൻ ഞാൻ. നീ ക്ഷമിക്കുക, ഐ എം സോറി. ഓക്കെ, പക്ഷേ നിൻ്റെ അമ്മയുടെ ഫോൺ വിളിക്കായിരുന്നല്ലോ. ഐ എം സോറി, ഞാൻ മറന്നുപോയി. അമ്മയുടെ കാര്യം ആയതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ദാറ്റ്സ് മൈ ബോയ്. അയ്യോ, ഒരു കാര്യം മറന്നുപോയി. ജെനി എന്നാ ഇതെന്താ ഡയറി മിൽക്കോ? അതാവാൻ സാധ്യതയില്ല. എടാ അതും എൻ്റെ കണ്ണിന് എന്തോ പറ്റിയെന്ന് തോന്നണേ. കാണുന്നൊക്കെ ഡയറി മിൽക്കായിട്ടൊക്കെയാ തോന്നണേ. അത് തോന്നാലല്ല, ശരിക്കും ഡയറി മിൽക്കാം. ശരിക്കും
എന്താണ് ലിയോ ഇത്? കിഡ്നി വല്ലതും വേണോ? വാട്ട്? അതല്ലെങ്കിൽ തല എവിടെയെങ്കിലും പിടിച്ചാ? നിനക്കെന്നെ മനസ്സിലാകാൻ തോന്നുന്നു. എടാ ഞാൻ ജെനിഫർ. ഓ, അതെനിക്കറിയാം. എൻ്റെ തല്ലടിച്ചിട്ടില്ല, എനിക്കൊരു കുഴപ്പമില്ല. ഇത് ഞാൻ നിനക്ക് കൊണ്ടുവന്നതാ. നീയല്ലേ വിളിച്ചപ്പോൾ ചോക്ലേറ്റ് വേണമെന്നൊക്കെ പറഞ്ഞേ. എന്നാ. Oh my god, I can't believe this. എനിവേ ഇങ്ങ് തന്നേക്ക്. താങ്ക് യു. അതോ ഓടാ, ഇനി ഇവിടെ നിന്ന് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരും. ക്ലാസ്സിൽ പോവാം. അതോ വയണേക്ക് നമുക്കൊന്ന് പുറത്തു പോവാം. ആ, എങ്ങോട്ട്? വെറുതെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് തരാം. ഒരു നൈറ്റ് ഡ്രൈവ്. എന്ത് പറ്റി പെട്ടെന്ന് നൈറ്റ് ഡ്രൈവൊക്കെ? സത്യം പറ, എന്തോ കാര്യമുണ്ടല്ലോ. ഓ, നിൻ്റെ വർത്താനം കിട്ടുന്നു നമ്മൾ ആദ്യമായിട്ട് പോകുന്നത്. നീ കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കാതെ ഞാൻ വരാൻ നോക്ക്. ഓക്കെ ഐ ആം കമ്മിങ്. നീ നാട്ടിൽ പോയി വെയിറ്റ് കൂടിയാ? ചില സമയത്ത് തോന്നും ഈ രാത്രിയേക്കാൾ ഭംഗിയായിട്ട് വേറെ ഒന്നുമില്ലാന്ന്. ഇങ്ങനെ ആകാശം നോക്കി കിടക്കാൻ എന്ത് രസമാണ്. അതൊക്കെ ശരിയാ, പക്ഷെ നല്ല കൊതുകുണ്ട് ഇവിടെ. എൻ്റെ മൂടാ കളഞ്ഞ് തണ്ടി. സോറി. നീ പറ. ഇങ്ങനെ ആകാശം നോക്കി കിടക്കാൻ നല്ല രസമാണല്ലേ? ശരിയാ, നമുക്കിഷ്ടമില്ലാത്ത കൂടെ ആകുമ്പോൾ അത്രയും രസമാണ്. അതും എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താടാ കാര്യം? പറ. അത് പിന്നെ ഐ തിങ്ക് വാട്ട് യു തിങ്ക്? നീ കാര്യം പറഞ്ഞാൽ വളച്ചെടുക്കാതെ. ഐ തിങ്ക് എനിക്കുള്ള ഇഷ്ടം തോന്നുന്നുണ്ടാ. ആരെ? ജെനി. നീ എന്തൊക്കെയാ പറയണേ? നീ എന്താ തമാശ അറിയാം? എനിക്കും പറയുന്നതായിട്ട് തമാശയായിട്ടാണ് തോന്നുന്നത്. എനിക്കത് ശരിക്കും ഇഷ്ടമാണ്. എനിക്കിഷ്ടം തോന്നിയെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അമ്മയെ രക്ഷിച്ച അവളെന്ന് അറിഞ്ഞപ്പോൾ മേ ബി അന്നേരക്കും ഞാൻ റിയലൈസ് ചെയ്തത്. അല്ലെങ്കിൽ അതൊരു കാരണമാവും. എനിക്കറിയില്ല. എനിക്ക് എൻ്റെ അമ്മ എന്ന ജീവനം. എൻ്റെ അമ്മയൊക്കെ വളരെ എനിക്ക് ലോകത്തൊന്നുമില്ല. എൻ്റെ അമ്മയെ രക്ഷിച്ചത് അവളാടാ. നിനക്ക് ഓർമ്മയില്ലേ നീ നിൻ്റെ പപ്പയെ കാണുമെന്ന് പറഞ്ഞ് അന്ന് നേരത്തെ പോയത്? അന്നാടാ. അന്ന് പെട്ടെന്ന് എനിക്ക് കോൾ വന്നു അമ്മ ഹോസ്പിറ്റലിലെന്ന് പറഞ്ഞിട്ട്. ഞാനവിടെ ചെന്നപ്പോൾ അവിടെ കണ്ട്. ആ സമയത്ത് അവിടെ എന്നാന്ന് പറയേണ്ടെന്ന് പോലും എനിക്കറിയുണ്ടായിരുന്നില്ല. അവളോടാ ഞാനിപ്പോൾ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത്. പിന്നെ നീയല്ലേ പറഞ്ഞത് പ്രേമം എന്തൊക്കെയാണെന്ന്. ഞാൻ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. നിനക്കെന്താ തോന്നണേ? ഞാനെന്ത് പറയാനാടാ? അല്ലെങ്കിൽ പ്രേമത്തെക്കുറിച്ച് പറയുമ്പോൾ നിനക്ക് നൂറിനാവാണല്ലോ. ഇപ്പം ഇത്രയും വലിയൊരു കാര്യം പറഞ്ഞിട്ട് നിനക്കൊന്നും പറയല്ലേ? പിന്നെ എനിക്കിതെന്താ പറ്റിയേ? ഒന്നുമില്ല. പിന്നെ ഈ പ്രേമം എന്നൊക്കെ പറയുന്ന ഒരാൾ രക്ഷിച്ചുകൊണ്ട് മാത്രം ഉണ്ടാവുന്നതാണോ? അത് നമ്മുടെ മനസ്സിൽ നിന്ന് വരേണ്ടതല്ലേ? ഇനി നിൻ്റെ അമ്മ നാളെ വേറെ ആരെയും രക്ഷിച്ചാൽ നിനക്ക് അവരോട് സ്നേഹം തോന്നും. എടാ അങ്ങനെയല്ല. പക്ഷേ അതുകൊണ്ട് മാത്രമാണെന്നില്ല. ഞാനതിൻ്റെ സാധ്യത പറഞ്ഞേ ഉള്ളൂ. എനിക്കവളുടെ ഇഷ്ടം ഞാൻ റിയലൈസ് ചെയ്ത് തന്നായിരിക്കാം. നമുക്ക് പോവാം. എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല. എന്താ പറ്റി പെട്ടെന്ന്? അത് ഇപ്പോൾ തണുപ്പ് കൂടുതലായതുകൊണ്ടായിരിക്കും. നമുക്ക് പോവാം. അതെ, ആനുവൽ ഡേ മടുത്തു. നമുക്ക് ഇതിനായിട്ട് പ്രാക്ടീസ് വളരെ കുറവാണ്. അത് ശരിയാ. ഈ ജിത്തിനൊക്കെ ഉണ്ടല്ലോ, ആ വൈക്ക് വേറില്ല. എല്ലാവരും നല്ല പാവല്ലേ. ഒന്ന് പോടാ. ഞാൻ എത്ര പ്രാക്ടീസ് ചെയ്തില്ലെങ്കിലേ സ്റ്റേജിൽ എത്തുമ്പോൾ ഞാൻ പുലി.
ഉവ്വ കണ്ടാ മതി. ഗൈസ് പ്ലീസ് സ്റ്റോപ്പ്, പ്ലീസ് ബി സീരിയസ്. ഇന്നു മുതൽ ഫുൾ പ്രാക്ടീസാണേ, എല്ലാവരും വന്നണം. ഇതിനെ നിങ്ങളോടും കൂടിയാ, മറക്കണ്ട. ഓ പിന്നെ ലിയോ, இன்று விண்ணிலாவில் அந்த ஈர நினைவில் கண்டு தவிப்பதேனோ மனம்